ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും, പിന്നെ തേർഡ് പാർട്ടി അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളത് കാണരുത്. നിങ്ങൾക്കുണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ കാണുക. കാരണം നമ്മൾ ചില കാര്യങ്ങൾ പിന്നെ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണത് പറയുന്നത്. ഇനി നമ്മളുടെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം, പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. താങ്ക് യു കേട്ടോ, എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. അപ്പം ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താണ് ഇന്ന് എടുക്കുന്ന കാർഡ് എന്നാണ്, അല്ലെ റീഡിങ് എന്താണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വളരെ തിടുക്കപ്പെട്ട് നിൽക്കുന്നു, വളരെ ആഗ്രഹിക്കുന്നു, വളരെ മോഹിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് പിന്നെ നമുക്കൊരു കാർഡ് അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത്. മോഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് ചിലത് അപ്പോളജി ആകാം, ചിലത് നിങ്ങളോട് എന്തോ പറയാനുണ്ടെങ്കിൽ അത് പറയുകയാണ്. ഒന്ന്, പിന്നെ നമ്മൾ ടാരോട്ട് കാർഡും കൂടി എടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നു ടൈം എന്ന് പറയുമ്പോൾ ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലൈറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ചില കാർഡുകൾ കാണിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പം ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സമയം പിന്നെ കടന്നുപോയി. അത് ചിലപ്പോൾ ഇത് ഒരുപാട് ലോങ് ടൈം ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കണക്ഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. നിങ്ങളുടെ എനർജി അങ്ങനെയാണ് വരുന്നത്. കുറച്ച് ലോങ് ടൈം ആയ ഒരു ബന്ധം അങ്ങനെ ആയി, ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകാം, ഇടയ്ക്ക് ചിലപ്പോൾ വന്നുപോയി, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുപോലെയൊക്കെയുള്ള ആളുകളാണ്. അതുകൊണ്ട് പേടിയാണ്. കാരണം ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ അത് നിനക്കത് മനസ്സിലാവുമോ, അല്ലെ നീ അത് എങ്ങനെ എടുക്കും എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന രീതിയിലാണ് പറയുന്നത്. മൂവ് ഓൺ എന്ന് പറയുന്നുണ്ട്. ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ന്യൂ ചാപ്റ്ററിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പഴയ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മൂവ് ഓൺ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എസ്കേപ്പ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാഡ്. ആ സമയങ്ങളിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. വളരെയധികം വിഷമം പിടിച്ച ഒരു ഘട്ടത്തിലൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സിംഗിൾ, മാരീഡ് ആൻഡ് അതർ റിലേഷൻഷിപ്സ്, അതുകൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണത് എടുത്ത് പറയുന്നത്. ആ സമയങ്ങളിൽ ഞാൻ കുറച്ച് കൂടുതൽ വിഷമ അവസ്ഥയിലായിരുന്നു. എനിക്ക് പറയാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. എന്നാലും എനിക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഞാൻ നിന്നെ കണ്ടത്. അത് എനിക്ക് വളരെ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. എത്ര മാറി നിന്നെങ്കിലും, എത്ര പിണങ്ങി നിൽക്കുന്നു എന്ന് തോന്നിയാലും ഞാൻ മനസ്സുകൊണ്ടൊരിക്കലും പിണങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഒരിക്കലും നിന്നോട് പിണങ്ങിയിട്ടില്ല. മനസ്സുകൊണ്ട് എനിക്ക് പിണങ്ങാൻ കഴിയുമായിരുന്നില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗോസിപ്പ് എന്നും പറയുന്നു. ഗോസിപ്പ്, ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അപ്പോൾ മറ്റാളുകൾ എന്താണ് നമ്മളെക്കുറിച്ച് പറയുക എന്നതിനെക്കുറിച്ച് എനിക്ക് വളരെ ഭയമുണ്ടായിരുന്നു. കാരണം വളരെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഇവിടെ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെന്താ പറഞ്ഞാൽ മോശമല്ലേ ഇത് എന്നുള്ള ഒരവസ്ഥ. അതാണ് എക്സ്ട്രാ മെറിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അൺസാറ്റിസ്ഫൈഡ് ആണ്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വളരെയധികം പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ബന്ധം ഈ രീതിയിൽ പോകുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ ഒരു ഹാപ്പി സന്തോഷമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒളിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ കഴിയാത്തതായി. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും എനിക്ക് നിന്നോട് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വ്യക്തമാണ്. അപ്പം ആ തേർഡ് പാർട്ടി ഉള്ളത് തന്നെയായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നത്.
ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കാമായിരുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവേള കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങൾ വിളിക്കുന്നിടത്ത് കിട്ടുന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഇല്ല, അങ്ങനെ പല 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 പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് വല്ല വിഷമങ്ങൾ ഉണ്ടായത് എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുണ്ടായിരുന്നു, അതൊരു തേർഡ് പാർട്ടി ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ആ സമയത്ത് നമുക്ക് ഇത് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് എന്ന് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ബന്ധം തേർഡ് പാർട്ടി അറിഞ്ഞു കാണും എന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. നമ്മളുടെ കണക്ഷനിൽ എനിക്ക് കുറച്ചൊരു പ്രൈഡൊക്കെ വന്നു. കാരണം എന്താണ്, എനിക്ക് കുറച്ച് ഈഗോ ഉണ്ടായി. ഞാൻ എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നു, എന്ത്, നീ വിളിക്കരുത്, ഞാൻ വിളിച്ചോളാം, എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. നീ പണ്ടത്തെ പോലെ തന്നെ എന്നോട് ആ ഫ്രീഡം എടുത്തു. അത് പണ്ട് ചെയ്തതുപോലെ തന്നെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കഴിയില്ല. ഇവിടെ ഫാമിലി കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്, വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഡിസഗ്രിമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഡിസഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. നീ എന്നെ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ നീ എന്നെ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വളരെയധികം ആഗ്രഹിച്ചു നീ അതൊക്കെ മനസ്സിലാക്കുമെന്ന്. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട്. എനിക്ക് നിന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ, അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം ഞാൻ മൂടി വെച്ച കാര്യം, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം മാറി നിന്ന മനഃപൂർവ്വം തന്നെയാണ്. കാരണം എനിക്ക് നിന്നെ വിഷമിപ്പിക്കേണ്ടി വന്നു. ഒന്ന്, അപ്പുറത്തും എനിക്ക് ഞാൻ ഡബിൾ റോൾ കളിക്കേണ്ടി വന്നു. ആ കളിക്കേണ്ട സമയത്ത് പല കാര്യങ്ങളും എനിക്ക് മൂടി വയ്ക്കേണ്ടി വന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇനിയും എനിക്ക് സമയമുണ്ട്. എനിക്കിനി നമ്മുടെ സമയം പോയിട്ടൊന്നുമില്ല. ഇനി എനിക്ക് അതിന് സമയമുണ്ട്. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ, രഹസ്യങ്ങൾ പറയാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളിൽ നിന്നിട്ടും നിങ്ങൾക്ക് വേണ്ടതായ പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ ഒരു വില്ലനായിരുന്നു എന്ന് വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്നുണ്ട്. വാല്യൂസ് പറയുന്നുണ്ട്. വി ഹാവ് ടു മെനി ഡിഫറൻസ്. നമ്മൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. വാല്യൂസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. വാല്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ എന്താ പറയുക, സ്ട്രൈറ്റ് ഫോർവേഡാണ് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ. നിങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അങ്ങനെയായിരുന്നു. നിങ്ങളെങ്ങനെയാണ്, എല്ലാം നേരെ വാ നേരെ പോ. നിങ്ങൾക്കവിടെ ഒളിച്ചു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, മറച്ചു വയ്ക്കാനുണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ വാല്യൂസിൻ്റെ കാര്യത്തിൽ നീ വളരെ മുൻപിലായിരുന്നു എന്നാണ്. നമുക്ക് ഇത്രയും ഒരു അപ്പോളജി പോലെ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ടാരോട്ട് കാർഡാണ് എടുക്കുന്നത്. ഇപ്പോൾ ആളുടെ സാഹചര്യം എന്താണെന്ന് നോക്കാം. വാൻസ്, 8 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് പ്രോഗ്രസ്സാണ്. അടുത്ത കാർഡ് പ്രോഗ്രസ്സാണ്. കാത്തു നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് തന്നെ കണ്ണു നട്ട് നോക്കി നിൽക്കുകയാണ്. പ്രോഗ്രസ്സാണ് ആ കാർഡ്, വളരെയധികം പ്രോഗ്രസ്സാണ്. വാൻസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻസ് ആണ്. വാൻസ് വരുന്നതും അതാണ്. എല്ലാം നിങ്ങളെ നോക്കിയിരിക്കുന്നതാണ്, ദേ കണ്ടില്ലേ. അപ്പം ശ്രദ്ധ മുഴുവനും നിങ്ങളിൽ തന്നെ ആയിരുന്നു. എത്ര തന്നെ ദൂരെ ആയിരുന്നെങ്കിലും, എത്ര സമയം പോയിരുന്നെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. നൈറ്റ് ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പം ഇത് കുതിച്ചു വരും എന്നാണ്, വളരെ വേഗത്തിൽ, ഫാസ്റ്റായിട്ട്. ഒരു കുതിരപ്പുറത്ത് കയറി അത്രയും വേഗം വരുന്നു എന്നാണ്. ഓക്കെ, കപ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ ഇനി ഫുൾഫിൽമെൻ്റാണ്. നിങ്ങളുടെ വിഷ് കം ട്രൂ എന്നാണ്, ഫുൾഫിൽമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരും എന്നാണ്, റീയൂണിയനാണ്. ഓക്കെ,
അപ്പോൾ എത്രയും പെട്ടെന്ന് വരും എന്ന് കാണിക്കുന്നുണ്ട്. പെൻറ്റക്കിൾസ് 9 ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ് ഇപ്പോൾ രണ്ടെണ്ണം വന്നു 9. അപ്പോൾ ഈ 9 ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് കപ്സും വന്നാൽ, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും വരും എന്നാണ്. ഇതിന് നമ്മൾ പറയണത് പിന്നെ ഡിവൈൻ ആയിട്ടുള്ള ഒരു റിലേഷനാണിത് എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ഒരുമിക്കണം. നിങ്ങൾക്കിപ്പോൾ കുഴപ്പമുണ്ടാവില്ല, രണ്ടുപേരും സുഖമായിട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ജീവിക്കുന്നതൊക്കെ, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒരു ചരിത്രം കുറിക്കുകയായിരിക്കും അവിടെ ചെയ്യുന്നത്. കാരണം ഇത് ഡിവൈൻ്റെ കൽപ്പനയാണത്. അതിന് സമയമായി, ഡിവൈൻ ടൈമായി എന്ന് പല കാർഡ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നു. കണ്ടില്ലേ, ന്യൂ ബിഗിനിങ് ആണ്. വളരെ പ്രോസ്പെരിറ്റിയാണ് വരുന്നത്. വളരെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മാറ്റി നിർത്തി എങ്കിൽ ഇത് ഡിവൈൻ്റെ പദ്ധതിയാണ് എങ്കിൽ 10 ഫ്ലെയിം എനർജി ഇവിടെ വളരെ കൂടുതൽ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 10 ഫ്ലെയിം എനർജി ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നു. 10 ഫ്ലെയിം എനർജിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്നൊന്നും ഡിവൈൻ അവരെ ഒരുമിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ചില ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നൊരാഗ്രഹം ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങളെ പാസ്റ്റ് ലൈഫ് കർമ്മ കഴിയാൻ വേണ്ടി കാത്തിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പാസ്റ്റ് ലൈഫിലുള്ള ഒരുപാട് കർമ്മ, അതായത് കാർമിക് സൈക്കിൾസ് എൻഡ് ആയാൽ മാത്രമാണ് ഡിവൈൻ നിങ്ങളെ ഒരുമിപ്പിക്കൂ. അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ വ്യക്തിയും പഠിച്ചു. കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ഭയങ്കര പാഷനായിരുന്നു. ആ സ്നേഹം ഇങ്ങനെ കൊടുക്കുക, വാരി കൊടുക്കുക. അതായത് കൊച്ചു കുട്ടികളെ പിന്നെ നോക്കുന്ന മാതിരിയായിരുന്നു നിങ്ങൾ നോക്കിയിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം, സ്നേഹം, ദയ, ഇതൊക്കെയാണ്. എന്ത് തെറ്റുകൾ കാണിച്ചാലും ശരി, നിങ്ങളതിനെ വലിയ കാര്യമായിട്ട് എടുക്കുമായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പിണങ്ങിയിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇന്ന് നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വളരെ ബോൾഡായിരിക്കുന്നു എന്നാണ്. സോഡാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോഡ്സ്. നോട്ടമൊക്കെ അങ്ങോട്ടാണ്, എന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ ശ്രദ്ധ അങ്ങോട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെൽഫ് ലവ് ചെയ്തു, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയി, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോയി, നിങ്ങൾ വേറൊരു വ്യക്തിയായി. സ്പിരിച്വൽ ആൻഡ് എന്താ പറയുക, മെറ്റീരിയലിസ്റ്റിക്, രണ്ടിലും നിങ്ങൾ മുൻപിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഡിവൈൻ്റെ പദ്ധതി. ഈ വ്യക്തി എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് പിന്നെ ദൈവികമായ ആ ഒരു ശക്തിയുടെ മഹത്വം മനസ്സിലാകുന്നത്. അതുവരെ മെറ്റീരിയലിസ്റ്റിക് മാത്രം ആയിട്ടുള്ള, മെറ്റീരിയലിസ്റ്റിക് ചിന്തകൾ മാത്രമായിരുന്നു. ധനമുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഈ സെപ്പറേഷനോട് കൂടി അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ്. അത്രയും ഹൃദയം പിളർന്ന് രണ്ടു പേർക്കും. പക്ഷേ എത്ര ഹൃദയം പിളർന്നാലും നിങ്ങൾ ദൈവികതയിലേക്കാണ് നിങ്ങൾ പോയത്. അവിടെ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു. അതുകൊണ്ട് തന്നെ ഡിവൈൻ ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയുന്നു എന്നടുത്ത കാർഡ് വരുന്നു. ഓക്കെ, ഇതാണ് ദ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമാണ് തരുന്നത്. നേരത്തെ പറഞ്ഞൂടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നായി കഴിഞ്ഞാൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ചരിത്രം കുറിക്കലായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്. ഇതാണ് ദ സൺ. ഇതാണ് നിങ്ങൾക്ക് പിന്നെ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.